ഹായ്, ഞാൻ നിങ്ങളെ ഭാഗ്യലക്ഷ്മി ആർക്കൊരു ഫ്രം അടൂർ. ഭയങ്കര തണുപ്പ് ഇന്ന് ഇവിടെ സഹിക്കാൻ വയ്യ. നിങ്ങളാരും എൻ്റെ എന്താ ചാനലൊന്നും കാണുന്നില്ലേ? ചില ആൾക്കാർ പറഞ്ഞു, ഓ കുറേ വ്യൂവേഴ്സ് ഉണ്ട്, 12Kയും 10Kയും ഒക്കെ ഉണ്ട്, പക്ഷേ 6-7 പേരൊക്കെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ളവരും പറയുന്ന സബ്ജക്റ്റിനനുസരിച്ച് ആരും അങ്ങനെ അധികം പ്രതികരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി താഴ്ത്തി കെട്ടാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് സാരമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ പറയുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായിട്ട് അറിയാവുന്ന വ്യക്തികൾക്ക് എന്നെ തിരുത്താൻ പറ്റും. അതങ്ങനല്ല, എനിക്ക് ലീന എന്നും പേരുണ്ട്, ലീന അങ്ങനല്ല, അല്ലെങ്കിൽ ഭാഗ്യം അങ്ങനല്ല, ഇങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം ഞാനത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ, നല്ലത് കറക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എപ്പോഴും ഞാൻ തയ്യാറാണ്. അല്ല എങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റണം. കാരണം ഞാനൊരു കാര്യം, ആർക്കെങ്കിലും ഒരാൾക്കൊരു വ്യത്യാസം ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുള്ള കുടുംബജീവിതമാണെങ്കിലോ, ഒരു വ്യക്തി ജീവിതമാണെങ്കിലോ, അങ്ങനെ മാനസികമായ സ്ട്രെസ്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റ് ആത്മീയ കാര്യങ്ങളോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എല്ലാ കാര്യവും എല്ലാവർക്കും അറിയില്ലല്ലോ. ഞാനും മറ്റുള്ളവർ പറയുന്നതും അനുഭവവും കണ്ടും കേട്ടതും ഒക്കെ അല്ലേ ഞാനും പറയുന്നത്, മനസ്സിലാക്കിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിലും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഇത് കിട്ടിയെങ്കിൽ അത് എനിക്കൊരു ഭയങ്കര, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. അങ്ങനെ നരയൊക്കെ വന്നു കേട്ടോ. പ്രായം കുറഞ്ഞ് വരുന്തോറും നര കൂടി വരും, എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ പറയാൻ വന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയും ആത്മീയവും. ഞാനൊരു പെട്ടെന്നൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ നരി എന്ന് പറഞ്ഞൊരു വൈൽഡ് ലൈഫിൻ്റെ 2 മണിക്കൂറിൻ്റെ മൂവിയുണ്ട്. അതിനകത്തിപ്പോൾ ഞാൻ ചിരിത എന്ന് പറഞ്ഞ എൻ്റെ മെയിൻ ആക്ട്രസിന് വോയിസ് കൊടുത്തേക്കണ ഞാനാണ്. അപ്പം ഞാൻ ഒരു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് ചില സമയത്ത് അത് അവാർഡ് ഫിലിം പോലുള്ള കാര്യമാണ്, വൈൽഡ് ലൈഫാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അത് ചില സമയത്ത് ഭാവിയിൽ ചിലപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വരെ പഠിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ട് കാണിക്കുന്ന ഫിലിമൊക്കെ ആയി വരും. അങ്ങനെ ഫോറസ്റ്റിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം പുള്ളിക്കാരൻ പറയില്ല, ഞാനങ്ങനെ പൈശാചികമായ ഒരു കാര്യത്തിന് കൈ കൊടുക്കത്തില്ല. പക്ഷേ ഈ വ്യക്തി എന്നോട് നേരത്തെ പറഞ്ഞതെന്നറിയോ, ആൻറ്റിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വിളിക്കണം, അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴായാലും എന്നെ വിളിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇതിലേതാണ് പൈശാചികം? ആത്മീയം സുശേഷം വേലയും ചെയ്ത്, ആത്മീയം കൈകാര്യം ചെയ്തിട്ട് സ്ത്രീകളുടെ പുറകെ നടന്ന് അവരുടെ ശരീരം മോഹിക്കുകയും അത് എടുക്കുകയും ചെയ്യുന്നതാണോ, അതോ ഒരു ഫോറസ്റ്റിനെ പറ്റി ഉള്ളൊരു സിനിമ കാണുന്നതാണോ തെറ്റ്? നിങ്ങളൊന്ന് പറ. ഞാൻ എപ്പോഴും പെന്തക്കോസ് എന്ന് പറയുന്നത്, കാരണം ഇപ്പം പെന്തക്കോസ് തന്നെ അല്ല, ഇപ്പം മിക്ക ക്രിസ്ത്യാനികളും ഇപ്പം പെന്തക്കോസിനേക്കാളും അങ്ങറ്റമാണ്, ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ അവർ പറയും, അതങ്ങനെ കണ്ടുകൂടാ, സിനിമ കണ്ടുകൂടാ, സീരിയൽ കണ്ടുകൂടാ. എന്തുകൊണ്ട് കണ്ടുകൂടാ? നല്ല സാധനം നമ്മൾ കാണണം. ഇപ്പം ക്രിസ്ത്യൻ ഫീൽഡിൽ നല്ല ഫിലിംസും കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. മറ്റേതിൽ ചില കഥകൾ, സംഭവങ്ങൾ അതിനെ ഫ്രെയിമിലാക്കി നമ്മളെ കാണിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ വെച്ച്, അല്ലെങ്കിൽ വലിയൊരു സ്ക്രീനിൽ നമ്മൾ ടി വി കാണുന്നു. ഇത് ഈ പറയുന്നവരും വീട്ടിൽ ടി വി വെക്കത്തില്ലേ? നമ്മൾ സൗകര്യപ്രദമായിട്ട് വലുതായിട്ട് കാണാൻ വേണ്ടി, നല്ല ഭംഗിയായിട്ടും വിവിഡായിട്ടും കാണാൻ വേണ്ടി തിയേറ്ററിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മാസമായിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു എന്താ പറയുക, ശരിയായിട്ടുള്ള കാര്യം അതിനകത്ത് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുന്നത് ശരിയാണോ, ഈ പറയുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കും, എല്ലാവരും സീരിയലിനെ കുറ്റം പറയും. സത്യം പറഞ്ഞാൽ 10 സീരിയൽ, നല്ല സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ
മനസ്സിലാക്കുന്ന ഒരാളുടെ കുടുംബ പ്രശ്നങ്ങൾ ഇന്ന കാര്യങ്ങളാൽ വരും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം, ഓവർകം ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. സീരിയൽ കാണത്തില്ല, സീരിയൽ അങ്ങനെ അങ്ങനെ, പക്ഷെ മറ്റുള്ള എല്ലാ തോന്നിവാസവും ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ 24 മണിക്കൂർ സീരിയൽ കാണണ്ട, 24 മണിക്കൂറും എന്താ പറയുക സിനിമ കാണാൻ പോകണ്ട, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. കലാരൂപമാണ് സിനിമ, നല്ലൊരു കലാരൂപമാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു നല്ല കുടുംബം ഇപ്പോൾ ഉണ്ട് തുടരുമെന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെയും ശോഭനയുടെ ഒക്കെ, അതൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പുള്ള പടങ്ങളാണ്. അപ്പോൾ അതിനേക്കാളും നല്ല കുടുംബ ബന്ധങ്ങൾ, നല്ല അല്ലെങ്കിൽ നല്ല പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ല പല കാര്യങ്ങളുണ്ട്, നല്ല നല്ല കഥകളുള്ള. കാരണം നമുക്ക് കുടുംബമായിട്ട് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റ് സെക്ഷൽ അങ്ങനെ ഒരു വൃത്തികേട് അങ്ങനെ അധികം ഇല്ലാത്ത. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനല്ലേ ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന പറഞ്ഞാൽ അത് സെക്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ സെക്ഷലായിട്ടുള്ള എന്താ പടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോയി കാണരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ നല്ല കാര്യങ്ങൾ കാണുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. ഞാനൊരു ചെറിയൊരു കൗൺസിലറാണ്, സുവിശേഷകയാണ്. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമ്മൾ അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നതാണ് ഇന്നതാണ്, അതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഒരു കാര്യത്തെ പിന്നെ കാണരുത്. നമുക്ക് കോമൺ സെൻസ് ദൈവം തന്നിട്ടുണ്ട്, പിന്നെ ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നേക്കുന്ന നമ്മുടെ മുന്നിൽ വെച്ചേക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ കണ്ടുപിടിക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ തലയിലുണ്ട്. അത് ദൈവം നമുക്ക് തന്നേക്കുന്ന കാര്യമാണ്, അത് യൂസ് ചെയ്യണം. അല്ല ഞാൻ ഇന്ന ചർച്ചിലാണ്, ഇന്നാണ് ഞങ്ങളുടെ ഇതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അപ്പം ഞാൻ അതുപോലെ പോവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല പോകുന്നത്, അത് വേറെ കാര്യം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോകുമായിരുന്നെങ്കിൽ എന്തുമായിരുന്നു, ഈ ലോകം നന്നാകത്തില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അവർ ഒരുമിച്ച് നിന്നാൽ, യഥാർത്ഥമായിട്ട് ഗാന്ധിജി പറഞ്ഞിട്ട് അത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ക്രിസ്ത്യൻസ് ആകുമെന്ന് പറഞ്ഞൊരു കാര്യം അത് ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്. പക്ഷെ അങ്ങനൊരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് ഇങ്ങനെ ഈ ക്രിസ്ത്യാനിത്വത്തെ ഇങ്ങനെ വലിച്ചു കീറി പല സ്ഥലങ്ങളിൽ കൊണ്ട് പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. ഓരോ ലേബലിൽ ഓരോ ചർച്ച് ബേസ് അങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലത്തൊക്കെ പറയും. സിനിമ കാണരുത്, ടി വി കാണരുത്, മൊബൈൽ കാണരുത്. കാണണം, ആവശ്യമുള്ളത് കാണുക തന്നെ വേണം. എനിക്കങ്ങനെ പറയാനാണ് ഇഷ്ടം. ആവശ്യമുള്ളത് നമ്മൾ കാണണം, നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തെറ്റ് ശരി മനസ്സിലാക്കാൻ നമുക്ക് എന്താ പറയുക, നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കണം. അതേനാൽ ഞാൻ തോന്നുന്നു ഞാൻ ചില സമയത്ത് എനിക്ക് പിന്നെ ബൈബിളൊക്കെ എനിക്ക് ഒത്തിരി മറന്നുപോയി. കാരണം ഞാനിപ്പോഴും സത്യം പറഞ്ഞാൽ കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവ്, കാരണം ഈ രക്തക്കുറവുള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് അപ്പോൾ ഞാൻ ഇതാണ് കേൾക്കുന്നത്, മലയാളം ഓഡിയോ ബൈബിളാണ് കേൾക്കുന്നത്. അതും പാവമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ മൊബൈലിൽ മറ്റുള്ള സാധനങ്ങളും എല്ലാം ഉള്ളതാ, അതിനകത്ത് ബൈബിളിട്ട് അങ്ങനെ ചെയ്ത് കേൾക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ചില വിഡ്ഢികളുണ്ട്. പ്രസംഗിക്കുന്നു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്നത്, അവരുടെ കൂട്ടം എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ആർക്കും തെറ്റും കുറ്റമൊന്നുമല്ല. ഇന്നൊക്കെ 2-3 പാസ്റ്റർമാർ പറഞ്ഞു കേട്ടു, സ്ത്രീകളെ പുരുഷന്മാർക്ക് ദൈവം വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ പിന്നെ അപ്പോൾ ഏത് സ്ത്രീകളുടെ അടുത്തും പോകുന്നതിന് കുഴപ്പമില്ലെന്ന്. ഇവരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ രക്ഷിക്കപ്പെടുന്നത്? നെഗറ്റീവ് എനർജിയാണ് കിടക്കുന്നത്. ആ നെഗറ്റീവ് എനർജി ഉള്ളവൻ നടത്തുന്ന സഭ അത് എങ്ങനെ
ആളുകളിലേക്ക് പോസിറ്റീവ് എനർജി, ക്രിസ്തീയ യേശുവിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകാൻ അവനെ കൊണ്ട് പറ്റൂ. അവനത് പറയുന്നെങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് പോകത്തേ ഉള്ളൂ. കാരണം വന്നിരിക്കുന്നത് നെഗറ്റീവ് എനർജീസാണ് കൂടുതൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഇതെങ്ങനെ ഇത് വർക്കൗട്ടാവുന്നു. ഞാൻ പണ്ടൊരു ഇവിടെ ഒരു പാസ്റ്ററുടെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവള് കാരണം എൻ്റെ കുടുംബജീവിതമൊക്കെ ചതിയാണ്. ഓക്കെ, അത് പിന്നെ നിൽക്കട്ടെ, അത് പിന്നെ ഭാവിയിൽ ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞു, അവള് 2 കല്യാണം കഴിച്ചു, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു നിയമമില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു നിയമം ബൈബിളിലില്ലെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. എൻ്റെ ഇതിലാണെങ്കിലും എന്നെ ആദ്യം കല്യാണം കഴിച്ചിട്ട് ആ മനുഷ്യൻ പിന്നെ പാസ്റ്റായി. അയാളെപ്പോലെ ഫ്രോഡത്തരം കാണിക്കുന്ന ഒരു മനുഷ്യനില്ലാതായി. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിന്നെ ആരാ ശുശ്രൂഷനാക്കി? ഞാൻ മുഖത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുടുംബജീവിതം അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയുന്നില്ല. പറയേണ്ടി വന്നാൽ ഞാൻ പറയും. പറയേണ്ട സമയത്ത് പറയേണ്ടി വന്നാൽ പറയാം, അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ വന്നു. ഞാൻ എന്നെ നോക്കാതെയും മറ്റുള്ള അഫയേഴ്സിന് കൂടെ പോയിട്ട് ഞാൻ എങ്ങനെ തെറ്റുകാരിയാണ്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ കുടുംബജീവിതം പരാജയപ്പെടുമ്പോൾ എല്ലാം സ്ത്രീകളുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നിട്ടാണ് ഈ പാസ്റ്റർ പറയുന്നത്. എന്നിട്ട് രണ്ടാമത് എന്നെ നിർബന്ധിച്ച് കെട്ടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. ഞങ്ങളില്ലാതെ പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു. അതിൻ്റെ കാര്യം ചരിത്രം ഞാൻ പിന്നെ പറയാം. പറയാതിരിക്കണം നല്ലത്. എന്തായാലും അതിൽ നിന്നൊക്കെ ദൈവം എന്നെ രക്ഷിച്ചു, ഫ്രീ ആയി. ഓക്കെ, അപ്പോഴാ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ സഭയെന്ന് പറയുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയുള്ളതല്ല, നീതിമാന്മാർ മാത്രം കൂട്ടി വരുന്ന സ്ഥലമല്ല. സഭയെന്ന് പറയുന്നത് പാപികൾ, അവർക്ക് വേണ്ടിയുള്ളതാണ്. വേശ്യകൾ, പച്ചയ്ക്ക് പറഞ്ഞ ആഭാസന്മാർ, കൊലപാതകികൾ, കള്ളന്മാർ, കൊള്ളക്കാർ, അവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഇത് വരുമ്പോൾ, ഒരു ചേഞ്ച് വരുമ്പോൾ, അവർക്ക് നല്ലതാകണമെന്ന് ചേഞ്ച് വരുമ്പോൾ, അവർ ദൈവത്തെ തേടി വരുമ്പോൾ അവരെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിലനിർത്തുന്നതാണ് സഭകൾ. ഒരു മനുഷ്യനെ കറക്റ്റ് ചെയ്യുന്നതാണ്, കറക്റ്റ് ചെയ്ത് ദൈവസ്നേഹത്തിൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുന്നതാണ് സഭ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് യേശു പിടിക്കപ്പെട്ട ആ വേശ്യ എന്ന് പറഞ്ഞ സ്ത്രീയോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ്? യേശു എന്ന് പറഞ്ഞ സഭയാണ്. ആ സഭയുടെ തലയാണ് യേശു. അപ്പം നമുക്ക് ഈ മാതൃക കാണിച്ചെന്ന് പറയുന്നത്, ഇനി നീ ആ പാപം ചെയ്യരുത്. ഓക്കെ, അങ്ങനെ പറഞ്ഞാണ് യേശു വിടുന്നത്. അപ്പം അവളെ കല്ലെറിയാൻ വന്ന ആൾക്കാരുടെ പാപങ്ങൾ ദൈവം താഴെ എഴുതി കാണിച്ചു. അവന്മാരൊക്കെ അപ്പോഴേ കല്ലിട്ടിട്ട് തിരിഞ്ഞോടി. ഇതാണ് ഇന്നും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ആ പറയുന്ന പോലെ ഒന്നുമല്ല ജീവിക്കുന്നത്. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് സ്വന്തം മോനോട് പറയും നീ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മോൻ കേൾക്കുമോ? പെണ്ണ് പിടിക്കുന്ന ഒരുത്തൻ്റെ അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരോടെ പോകുന്നത് ഒരു സ്ത്രീ സ്വന്തം മക്കളോട് അത് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യുമോ? കേൾക്കുമോ? വർക്കത്തുള്ള ചിലതുണ്ടെങ്കിൽ കേൾക്കും, ഇല്ലാത്തത് അതിനേക്കാളും അമ്മച്ചനായിട്ട് കയറിപ്പോവും. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഈ വചനം ആകുന്ന വിത്ത്, വചനം നമ്മളത് ഇത് ചെയ്യുന്നത്, വിത്ത് പലയിടത്ത് പാറപ്പുറത്തും അവിടെ ഇവിടെ എല്ലാം വിതച്ചു. പക്ഷെ നല്ല നിലത്ത് വീണതേ കിളിച്ചോളൂ. കാരണം എന്താ? അതിന് വേറുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പല വിഷയങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലെ ആത്മീയത്തിലൊന്നും എന്താ ഈ സംഭവിക്കുന്നത്? വേരില്ല. പുറമേ ഉള്ള പെട്ടെന്ന് കിളിച്ചു വരുന്ന കുറേ ഇലകളും കുറേ അങ്ങനെ ഒരു ചെടിയൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നെയും കൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്.
പലപ്പോഴും പൊട്ടുമുളച്ച് പെട്ടെന്ന് ആ അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, അവിടുത്തെ ആ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പം ഭൂതം ഇളകുന്നു, സൗഖ്യം എന്താ, അങ്ങോട്ട് നമുക്ക് ഓടിപ്പോവാം. പെട്ടെന്നൊരു സ്നാനപ്പെടൽ, ഒരു ബന്ധക്കോസ് ചാട്ടവും അല്ലെങ്കിൽ ക്രിസ്ത്യാൻ ഒരു ഇതിൽ ചാടി വരും. പക്ഷെ അവർക്ക് എന്തില്ല, വേരില്ല. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്നത്. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവം തരുന്ന നന്മകളൊക്കെ നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് ആണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം ജീവിക്കേണ്ടുന്നത്. അത് ബൈബിളിൽ പറയുന്നത് അവിടെ യേശു, ഇവിടെ യേശു, എവിടെല്ലാമാണോ യേശു, എല്ലായിടത്തും അങ്ങ് യേശുവാണ്. അപ്പം കർത്താവ് പറയുന്നത് അവിടെ യേശു വന്നു, ഇവിടെ യേശു വന്നു, അതിൻ്റെ പുറകെ ഒന്നും പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. കർത്താവിൻ്റെ പേരെടുത്ത് പലതും വരും, വെളിച്ചദൂതം വരും. അതുപോലെ തന്നെ നമുക്ക് വേരില്ലാത്തതിൻ്റെ ഒരു വിഷയമാണ്, ഒരു നെഗറ്റീവ് സൈഡാണ്. ഞാനിങ്ങനെ കിടന്നപ്പോൾ ഓർത്തത്, ഞാനിപ്പോൾ ഡാഡിയോട് ചോദിച്ചു, ഡാഡി ഞാൻ എന്തായി പറയേണ്ടതെന്ന്, യേശുപ്പം ഞാൻ എന്തോ പറയേണ്ടതെന്ന്, എനിക്കൊരു വിഷയം പറയാന്. അപ്പോൾ എന്താ, അജ്ഞാത കല്ല് ദേവൻ എന്ന് പറഞ്ഞൊരാൾ, ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം അവർക്കറിയാം, പക്ഷെ ഒരു കല്ല് മാത്രം ഇരിപ്പുണ്ട് അജ്ഞാത ദേവൻ എന്നും പറഞ്ഞ്. അവിടെയാണ് അപ്പോസ്തലൻ ചെന്ന് പറഞ്ഞത്, ഇത് ഈ അജ്ഞാതദേവൻ്റെ പേരാണ് യേശു കർത്താവെന്ന്. അപ്പം യേശു കർത്താവെന്ന് പറയണമെങ്കിൽ തന്നെ ആ അപ്പോസ്തലൻ പൗലോസാണെന്ന് തോന്നുന്നു, പിന്നെ അവരുടെ ഇടയിൽ പാർത്തിട്ടാണ്. അപ്പോൾ അതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇതാ പഠിക്കുന്നത്, ക്രിസ്ത്യ കാര്യങ്ങൾ മാത്രമാണോ പഠിക്കുന്നത്? ഹൈന്ദവ ഇത് പഠിക്കുന്നില്ലേ? മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? അപ്പോൾ എൻ്റെ മക്കൾ ഇനി സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാലോ, അതൊക്കെ വിഡിത്തമല്ലേ? പക്ഷെ നമ്മൾ എന്ത് പഠിച്ചാലും ഏത് പഠിച്ചാലും നമ്മൾ ആരെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിനെയാണ് വേരെന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലിപ്പം തോന്നിയത് അതിനെ ആ ബോധ്യത്തെ നമ്മൾ ആരാണെന്നുള്ളൊരു ആ ബോധ്യം വരുമ്പോൾ അതിനെയാണ് വേരെന്ന് പറയുന്നത്. ആ വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ വളരാൻ പറ്റൂ. അല്ലാതെ ഞാൻ നല്ല മനുഷ്യനാണ് വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാനിഫെസ്റ്റ് ചെയ്യണം, പ്രകടിപ്പിക്കണത്. അത് അവരുടെ ജീവിതത്തിൽ, അവരുടെ നടപ്പിൽ, ഇരിപ്പിൽ, അവരുടെ പ്രവൃത്തിയിലൊക്കെ അത് നമുക്ക് മനസ്സിലാകണം. ആ മനുഷ്യനൊരു മാന്യനാണ്, അല്ല നല്ല മനുഷ്യനാണെന്ന് നമുക്ക് ചെയ്യണത്. ഞാൻ പറയും ഞാനങ്ങ് നല്ലതാണെന്ന് പറഞ്ഞ് ഇടുന്നതിന് പറ്റുമോ? മറ്റുള്ളവർക്കത് മനസ്സിലാകണം. അല്ലെങ്കിൽ ഇന്നാൾ നല്ലതാണ്, അല്ലെങ്കിൽ ഭാഗ്യം നല്ലതാണ്, അല്ലെങ്കിൽ ലീന നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ ദൂരെ വെച്ച് കണ്ട അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ജാടയും ഭയങ്കര സാധനമായിരിക്കും. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ, പാവമാണ്. എന്നോട് പലരും പറയാറുള്ളതാണ്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അടുത്തൊരു വെറും പാവമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറും പാവമൊന്നും അല്ലേ, ഭയങ്കര സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, നമുക്ക് വേര് വേണം. ഈ വേരുണ്ടെങ്കിൽ ഏത് സിനിമ കണ്ടാലും, ഏത് നാടകം കണ്ടാലും, എവിടെ ചെന്നിരുന്നാലും, ആരുടെ കൂടെ ഇരുന്നാലും, എന്നും പറഞ്ഞാൽ ആരുടെ കൂടെ നടന്നു പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ നടക്കണമെന്നല്ല, നമ്മളെപ്പോഴും പോസിറ്റീവ് ആൾക്കാരുടെ കൂടെ തന്നെ നടക്കണം. നമ്മുടെ കൂടെ ഒരു നെഗറ്റീവ് ആൾ വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആളിന് ആ പോസിറ്റിവിറ്റി കിട്ടണം, അവരും പോസിറ്റീവ് ആകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയിൽ വേണം നമ്മൾ നടക്കാൻ. നമ്മുടെ ഉള്ളിലെ എനർജി എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ ആത്മാക്കളാണെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജി എന്താണ്, അത് മാത്രമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ആരാണെന്നുള്ള ബോധ്യം, യേശു ആരാണ്, യേശു എന്താണ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ പറയുന്നതല്ല നമ്മൾ പഠിക്കേണ്ടുന്നത്. യേശു കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കണ്ടെന്നല്ല. അപ്പോഴത് യേശു എന്താണത് പറഞ്ഞെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. കാരണം അപ്പോസ്തലന്മാരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവർക്ക് ചിലപ്പോൾ തെറ്റും. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും വസിക്കുന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല. 24 മണിക്കൂർ നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്, ദൈവമാണെന്ന്. പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യണം, പിന്നെ നയിക്കണം. അത് എല്ലാ കാര്യത്തിലും. അത് നമ്മൾ കർത്താവിൽ നമ്മളങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത് ലയിച്ച് കർത്താവിനുമായിട്ട് ഒന്നായി തീർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. എല്ലാവർക്കും അത് സാധ്യമാകത്തില്ല, വെറുതെ പറയാനും മാത്രമേ സാധ്യമാകൂ. നമ്മൾ ചുമ്മാ
ചർച്ച ചെയ്യുന്ന ചുമ്മാ പാട്ട് പാടിയും അന്യഭാഷ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും 2 സാക്ഷി പറഞ്ഞ് കരഞ്ഞും തുള്ളി ചാടിയിട്ടൊന്നും ആത്മീയ ജീവിതമാകത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇടരുത്, അത് ഇടരുത്, ഇതിടരുത്, അതൊക്കെ തെറ്റായ ചിന്തയാണ്. യേശു കർത്താവിൻ്റെ കാലത്ത് യേശുവിൻ്റെ അമ്മ ആഭരണം ഇട്ടിട്ടില്ലേ? അന്ന് അവരിൽ ആഭരണം ഇടുന്ന ആൾക്കാരാണല്ലോ, ഇട്ടിട്ടില്ലേ? അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ ഇങ്ങനെ കുറേ തെറ്റായ കാര്യം കൊണ്ടത് മാറ്റുക. സിനിമയെന്നും അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കൊച്ചു നീ എന്താ, ചില പിള്ളേരൊക്കെ ആണെങ്കിൽ TV ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ബെൽറ്റൊക്കെ കൊണ്ടടിക്കുന്നത്. ഈ ബെൽറ്റ് കൊണ്ടടിക്കുന്നത് ഒരു നെഗറ്റീവ് സൈനാണ്. കുഞ്ഞുങ്ങളെ തല്ലി വളർത്തണം. കാരണം വടിയെ സ്നേഹിക്കുന്നതിന് കുഞ്ഞുങ്ങളെ ഇത് അങ്ങനെയുള്ളൊരു വാക്യം ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് ശാസിച്ച് സ്നേഹിച്ചും വളർത്തണം. പക്ഷേ അത് ലിമിറ്റിനപ്പുറത്താകരുത്, ക്രൂരതയിലാകരുത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്ക് വേര് വേണം, നമ്മൾ ആരാണ് നമുക്കുള്ളൊരു ബോധ്യം വേണം, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തറിയണം. ആ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു പോസിറ്റിവിറ്റി പിന്നെ മാനിഫെസ്റ്റ് ചെയ്യണം, പ്രകടിപ്പിക്കണം. നമ്മുടെ മനഃപൂർവ്വം പ്രകടിപ്പിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ നിന്നത് വരണം. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ, യേശു കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ ഒരു ദൈവത്തെ, യേശുവിൻ്റെ ഭാവം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇങ്ങനെ വലിയ ജാടയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ യേശുവിൻ്റെ മകളാണ്, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങോട്ട് വരത്തില്ല, ഇതൊന്നും അല്ല യേശുവിൻ്റെ ഭാവം. യേശുവിൻ്റെ മെയിനായിട്ടുള്ള ഭാവം സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നും പറയുന്നത് എന്താണെന്നും ആ പറയുന്നതിനെ പ്രവർത്തിക്കുന്നുണ്ടോയെന്നും ആ പറയുന്നതിൽ നമുക്ക് വ്യക്തത ഉണ്ടോയെന്നും അത് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് അതിനകത്ത് വേരുണ്ടോയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് നന്മയായിട്ട് തീരണം, മോട്ടിവേറ്റ് ചെയ്യണം. ഇന്നർ ലൈഫ് കണ്ടോ, അവരിങ്ങനെ കിടന്നിട്ട് അവർ ദൈവത്തെ അറിഞ്ഞ് നല്ലപോലെ ജീവിച്ചു, അവർ നല്ല നന്മ കിടക്കുന്നത് കണ്ടോ, ഞങ്ങൾക്കും അതുപോലെ ആകണം എന്നുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആവേശവും ഒരു ചെറിയൊരു കുശുമ്പും അങ്ങനെയല്ലേ, അപ്പോൾ എനിക്കും ആകണം. അത് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ളതേ ആകാവൂ. അല്ല ഇന്നാളെ നശിപ്പിച്ചിട്ട് അങ്ങനെ വരാം. അപ്പം നമ്മളങ്ങനെയുള്ള നല്ലൊരു ലൈഫിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ, നിങ്ങളതിനു വേണ്ടി ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി കാണും വരെ ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ലവ് യു ഓൾ ഇൻ ജീസസ് നെയിം. അത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് എ ലോട്ട്.